ഹലോ അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ നല്ല ടേസ്റ്റായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ബനാന ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പഴമൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് പ്രത്യേക ഈ ഒരു ജ്യൂസ് ഒന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കാം. ഉറപ്പായിട്ടും അവർക്ക് ഈ ഒരു ജ്യൂസ് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു മിക്സിയുടെ ജാറിലോട്ടേക്ക് ഒരു കപ്പ് നല്ല തണുത്ത പാലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു കപ്പിൽ തന്നെ ഒരു അര കപ്പ് സാദാ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 2 ചെറിയ പഴമൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് പഴമാണോ ഉള്ളത് അതെടുക്കാം, റോബസ്റ്റ് ആണെങ്കിൽ അതെടുക്കാം. അപ്പം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള മധുരം ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലത്തെ പിസ്തയുടെ എസൻസ് ഉണ്ടെങ്കിൽ അതൊരു 2-3 ഡ്രോപ്പും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതില്ലെങ്കിൽ സാധാരണ 2 ഏലക്ക ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പം നല്ലപോലെ ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ടേക്കൊന്ന് മാറ്റാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് അനാറൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ കുറച്ച് കസ്കസും കൂടി ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ജ്യൂസും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു അളവിൽ ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിൽ 3 ഗ്ലാസ് ജ്യൂസ് ഉണ്ടാവും. നമുക്കിതിന് മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലെക്സും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബനാന ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻസിലൂടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം. അപ്പോൾ ഉടൻ തന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്